നമ്മളവിടെ പോകുമ്പോൾ അതെ നമ്മൾ ഹൈടെക് കെണിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് മീൻ വീണിട്ടുണ്ടോ എന്ന് നോക്കാൻ പോവാ. ഇന്നലെ നമ്മൾ പിടിച്ച മീൻ എന്ത് ചെയ്യും? നമ്മുടെ കെണിയിൽ മീനൊക്കെ വീഴാറുണ്ട് ഗൈസ്. കണ്ടി ഇന്നലെ നമുക്ക് 4 മീൻ കിട്ടി. 4 ഫിഷ്. 5 കിട്ടിയ ഇനി അപ്പം നമ്മൾ എന്തോ ഇനി നമ്മൾ അടുത്ത ഇനിയും ഫിഷ് കളക്ഷന് പോവുക. കളക്ട് ചെയ്യാൻ പോകണം. പ്ലൂട്ടോ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ ഫിഷ് പിടിക്കാൻ? വേണ്ട, പ്ലൂട്ടോ വന്ന അലമ്പ. നമ്മൾ പോകുന്ന നമ്മുടെ വാഹനം നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ഹൈടെക് കെണി എടുക്കാൻ പോവാണ്. നല്ല വെള്ളം ഒന്നും കേറിയിട്ടില്ല. പാമ്പുണ്ടോ ചേരയുണ്ടോ? ഓ മൈ ഗോഡ്, ആമ പോലും കേറിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് കൊണ്ടുവന്ന ചേച്ചിയാരായി പൊട്ടി. അപ്പൊ നമ്മള് വീട്ടിൽ തിരിച്ചു പോകുന്ന എല്ലാവർക്കും ബൈ പറ. ബൈ ബൈ പറ. ഓക്കെ ബൈ. അപ്പൊ നാളെ നമുക്ക് രാത്രി ഒന്ന് നോക്കാം. രാത്രിയാണ് ഫിഷ് കിട്ടുന്നത് ഇവിടെ കൂടുതൽ. ബൈ. ഇത് നമ്മൾ ഇന്നലെ രാത്രി പിടിച്ച മീനുകളാട്ടോ. ഇവന്മാര് വലുതായിട്ട് അനങ്ങുന്നൊന്നുമില്ല. ഇത് എന്ത് തരം മീനാണ്? ചെളിമീനാണോ? എനിക്ക് തോന്നി ഇവന്മാര് നമ്മളെ പറ്റിക്കാൻ നോക്കുവന്ന്. കാരണം ഇങ്ങനെ അനങ്ങാതെ തന്നെ കിടക്കുമ്പോൾ നമ്മൾ ചാവാറായെന്ന് വിചാരിച്ച് തിരിച്ച് കായലിൽ കൊണ്ട് കളയും. ബട്ട് നമ്മൾ ആ ചതിയിൽ വീഴില്ല. രോഹു ഇതിന് പേരിട്ടിട്ടുണ്ട് കേട്ടോ 4 മീനുകൾക്കും. എന്താ പേര്? പിന്നാക്കിയോ? പിന്നാക്കൊന്നും ഇടാത്തൊന്ന് കാര്യമായി. ഫിഷിംഗ് സ്പോട്ടിൽ എത്തിയിരിക്കുന്നു. ഈ ക്യാമറമാൻ ഞാനായോണ്ട് ലൈറ്റ് ഉണ്ടാക്കണ്ടേ? അങ്ങനൊരു ഡോഗ് അപ്പം നമുക്ക് ഒരു മീനും കൂടെ കിട്ടിയിരിക്കുന്നു. അവിടെ ഇരുട്ടായതുകൊണ്ടാണ് നമുക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ. റെക്കോർഡ് ചെയ്തു, പക്ഷെ അതൊന്നും കിട്ടിയില്ല. പക്ഷെ ഒരു മീനും കൂടെ നമ്മുടെ കൂട്ടത്തിലോട്ട് കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്തേക്കും. ഓ ജമ്പ് ചെയ്തു പോയി. ഇനിയിപ്പോൾ അനങ്ങത്തില്ല കുറേ നേരത്തേക്ക്. ഇന്നത്തെ നമ്മുടെ ഫിഷിംഗ് തീർന്നു. ബൈ ബൈ.